ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഡിസ്പ്ലേയിൽ കണ്ടതുപോലെ ഒരു 3D സൂം എഫക്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത് capcut എന്ന് പറയുന്ന ഒരു ആപ്പാണ്. അതിന് കൂടെ ടർബോ VPN എന്ന് പറയുന്ന ഒരു ആപ്പും കൂടി വേണം. അപ്പോൾ രണ്ട് ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഈ ടർബോ VPN യൂസ് ചെയ്തിട്ട് VPN ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ടർബോ VPN യൂസ് ചെയ്യുന്നത്. പിന്നെ CapCutലാണ് നമ്മൾ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. ഈ രണ്ട് ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം, ടർബോ VPN ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് VPN ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നും ചെയ്യാനില്ല, ടാപ്പ് ടു കണക്റ്റ് കൊടുത്താൽ മതി. അങ്ങനെ ടർബോ VPN ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് CapCut ഓപ്പൺ ചെയ്യാം. CapCut ഓപ്പൺ ചെയ്തിട്ട് ന്യൂ പ്രൊജക്റ്റ് എടുക്കുക. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് 4 ഫോട്ടോസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോട്ടോസിൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണ്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ബൈക്കിൻ്റെ ഫോട്ടോസാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് ആഡ് ചെയ്യാം. ഞാൻ 4 ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്ന് ഫ്രെയിം ഒന്ന് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് താഴെ നമുക്ക് ഫോമാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, അവിടെ പോവുക. എന്നിട്ട് 9:16 റേഷ്യോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓരോ ഇമേജ് വീതം സെലക്ട് ചെയ്തിട്ട് ഈ ഒരു സ്ക്രീനിൽ ഫില്ല് ചെയ്തിടാം. ഓരോ ഇമേജും ജസ്റ്റ് സ്ക്രീനിലൊന്ന് ഫില്ല് ചെയ്തിടാം. 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ എൻഡിൽ നമ്മുടെ CapCutൻ്റെ ഒരു ഇത് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ഓഡിയോ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആഡ് ഓഡിയോ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക, സൗണ്ട്സിൽ പോവുക. എന്നിട്ട് ഫ്രം ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്താൽ മതി. നമ്മുടെ കയ്യിലുള്ള മ്യൂസിക്കിൻ്റെ പേര് നമ്മൾ സെർച്ച് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ഓഡിയോൻ്റെ ബീറ്റിനനുസരിച്ചിട്ട് ഇമേജിൻ്റെ ഡ്യൂറേഷൻ ഒന്ന് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നാമത്തെ ഇമേജ് സെലക്ട് ചെയ്തു. ഞാൻ എൻ്റെ ബീറ്റിനനുസരിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഓഡിയോൻ്റെ ബീറ്റിനനുസരിച്ച് ലെങ്ത് ഒന്ന് ഡ്യൂറേഷൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ഡ്യൂറേഷനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരേ ഒരു കാര്യം കൂടിയേ ചെയ്യാനുള്ളൂ, പെട്ടെന്ന് കഴിയും ഈ വീഡിയോ എഡിറ്റ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഇമേജ് സെലക്ട് ചെയ്യുക. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, 3D സൂം എഫക്റ്റ് ആഡ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ നമുക്കിവിടെ സ്റ്റൈൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ പോവുക. അത് 3D സൂം പ്രോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, ടിക്ക് കൊടുക്കുക. അതേപോലെ അടുത്ത ഇമേജ് സെലക്ട് ചെയ്തിട്ട് വീണ്ടും സ്റ്റൈലിൽ പോവുക, 3D സൂം പ്രോ കൊടുക്കുക. ഇതേപോലെ എല്ലാ ഇമേജിലും 3D സൂം പ്രോ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഞാൻ സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, ഒരു 3D സൂം എഫക്റ്റ് ഉണ്ടാവും. സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ഇമേജിൽ നിന്ന് സെക്കൻഡ് ഇമേജിലേക്ക് പോകുന്ന ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് വേണമെങ്കിൽ ട്രാൻസിഷൻ എഫക്റ്റ് ആഡ് ചെയ്യാം. ഒരുപാട് എഫക്റ്റ് ഉണ്ട്, വേണമെങ്കിൽ ഫ്ലാഷസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സൂപ്പർ ഇമ്പോസ് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. വൈറ്റ് ഫ്ലാഷൊക്കെ അടിപൊളിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഒരു ഇമേജിൻ്റെ ഇടയിലും നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഇമേജിൻ്റെ ഗ്യാപ്പിൻ്റെ ഇടയിൽ ട്രാൻസിഷൻ എഫക്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രാൻസിഷൻ എഫക്റ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ആഡ് ചെയ്തിട്ടില്ലെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഈ ഒരു എഡിറ്റിങ്ങിന് വലിയ പണിയൊന്നുമില്ല, എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എഡിറ്റിംഗ് ആണ്. നമ്മൾ എന്താ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഓരോ ഇമേജും സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് 3D സൂം പ്രോ എന്ന് പറയുന്ന എഫക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ചെയ്യാനുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻസ്റ്റയിലൊക്കെ ഒരു ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.